സമുദായത്തിന്റെ ഈമാനിക്ക് സംരക്ഷണം കൊടുക്കുക എന്നതാണ്. അതിലാരോടും രാജിയില്ല. അതിലൊരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റുമില്ല. അതാണ് ഇന്ന് സയ്യിദുൽ ഉലമ ശക്തമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണ്. അത് പുറത്തുനിന്നും ഉണ്ടാകും, അകത്തുനിന്നുണ്ടാകും. അത് പുറത്തുനിന്നാകട്ടെ അകത്തുനിന്നാവട്ടെ, ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഏത് നിലക്കുള്ള എതിർപ്പുകൾ വന്നാലും ആശയ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയോടൊപ്പം നിന്നുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി കരുത്ത് പകരാൻ ഏത് സമയത്തും നമുക്ക് സാധിക്കണം. ഞാൻ പഴയകാല പ്രവർത്തകനാണ്, ഞാൻ പണ്ട് പോലെ പ്രവർത്തിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് പ്രവർത്തിച്ചാൽ ഇന്ന് വേണ്ടെന്നാണോ? പഴയകാല പ്രവർത്തകനാണെങ്കിലും പുതിയ കാല പ്രവർത്തകനാണെങ്കിലും ആദർശത്തിന് വേണ്ടി സമസ്തയോടൊപ്പം നിൽക്കൽ നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ ഈമാനിക്ക് പ്രയാസമുണ്ടാകും. അതാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ മഹാനായ അമ്പലക്കട ഉസ്താദ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും ഏതൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ തകർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയാലും ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാമും മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നമ്മുടെ ജില്ലകളിൽ നാം മനസ്സിലാക്കുന്നത് ഇവിടെ സമസ്ത മാത്രമാണ്. നമുക്ക് മറ്റ് രാഷ്ട്രീയ ലാഭങ്ങളൊന്നും ഇവിടെ ഉദ്ദേശമില്ല. നാം ഇവിടെ സമസ്തയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ഈ സമസ്തയുടെ 100ാം വാർഷികം നാം ചിന്തിക്കേണ്ടത് 100 വർഷ പ്രായമായവർ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ടാവില്ല. നാമൊക്കെയും ജനിക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മദ്രസ പ്രസ്ഥാനത്തിൽ കൂടി നിസ്കാരങ്ങൾ എന്താണ്, ഉദൂകൾ എന്താണ്, ജുമാകൾ എന്താണ്, മയ്യത്ത് പരിപാലനം എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നാം പഠിച്ചു മനസ്സിലാക്കുന്നത് മദ്രസകളിൽ നിന്നാണ്. സമസ്തയുടെ പ്രവർത്തനങ്ങളാണ്. സമസ്ത എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തമായ തെളിവുകളാണ്. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണോ, മാത്രമല്ല ഈ മതേതര രാജ്യത്ത് ഇവിടത്തെ സംവിധാനത്തെ ഗൗരവിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത സമസ്തയാണ്. അതുകൊണ്ടല്ലേ 100 വർഷം പിന്നിടുന്ന സമയത്ത് വരെ സമസ്തയുടെ പേരിൽ ഒരു പെറ്റി കേസ് വരെയും ഇതുവരെ ആർക്കും എടുത്തു പറയാൻ കഴിയില്ല. അത്രയ്ക്കും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമസ്ത പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് 100ാം വാർഷികത്തിന്റെ ആ 100 ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സമസ്ത വലിയ പദ്ധതികളുമായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സഹായങ്ങളും അതേപോലെ തന്നെ സയ്യിദുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന സന്ദേശ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി 19ാം തീയതി തുടങ്ങി 28ാം തീയതി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് സമാപനം കുറിക്കുമ്പോൾ അതിന്റെ സമാപന സമ്മേളനം വലിയ സമ്മേളനമാക്കി മാറ്റാൻ നാം ഓരോരുത്തരും കൈകോർക്കണമെന്നും അതിനു വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുകൂടൽ അവന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് രോഗികൾ ഈ കൂട്ടത്തിലുണ്ട്, ആരോഗ്യം കുറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നൽകട്ടെ. നമ്മൾ നിന്ന് മരിച്ചുപോയ ഈ നാടിന്റെ എല്ലാ നിലക്കും ഈ നാടിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മരിച്ചുപോയ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചുപോയ ഈ പള്ളിയുടെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്